ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവേഴ്സ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടാം. ഞാൻ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഈ ചെറിയുള്ളി അരിഞ്ഞിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ആ ടേസ്റ്റ് ഒന്ന് മാറി അതിൽ ആ ചെറുള്ളിയുടെ ടേസ്റ്റ്, അപ്പോൾ കടുക് വറുക്കുമ്പോൾ ഇടുമല്ലോ, അത് അത്രയും മൂക്കണം ആ ഉള്ളി. അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇടാം. അപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള ചേർക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ചേർക്കാം. അത് ചേർത്ത് ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് സവാള ചേർക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് സവാളയുടെ കൂടെ. ചെറിയുള്ളി എപ്പോഴും ടേസ്റ്റാണല്ലോ, അപ്പോൾ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം സവാള കൂടി ചേർക്കും. ഞാനിവിടെ 2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് കടല തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇവിടെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പുട്ടിനും ദോശയ്ക്കൊക്കെ കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് സവാള കൂടുതലുണ്ടെങ്കിൽ ഗ്രേവിക്ക് കട്ടി ഉണ്ടാവുള്ളൂ. അതിനായിട്ട് ഞാൻ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്കൊരു 3-4 പച്ചമുളക് കൂടെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഇത് പച്ചമുളകും ചേർത്ത് ഇച്ചിരി ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി അടച്ച് വെക്കാം. ആവി കയറുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അടച്ച് വെക്കാനേ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല ഒരു ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതൂടെ ചേർക്കാം. പെരിഞ്ജീരകം ഇട്ട് എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഒന്ന് മസാലയുടെ ഒരു മൂത്ത മണം വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. അപ്പം തക്കാളിയുടെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. വെയിറ്റൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് ആ ആവിയിൽ ഈ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വന്ന് നമുക്കൊന്ന് ഇളക്കി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് കടലയിട്ട് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ തവയിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ അത് അങ്ങനെ കിടക്കും. ഉടഞ്ഞു കഴിഞ്ഞാൽ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. എല്ലാം കൂടെ നല്ല വെന്തലിഞ്ഞ് ആ ടേസ്റ്റായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് വെന്തുടച്ച് അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ കണ്ട സൈഡിന് വിട്ട് വരുന്നത്. ഇതോടൊപ്പം നമുക്ക് ഇനി വെള്ളവും ചേർത്ത് കടലയും ചേർക്കാം. ഇവിടെ നല്ല ഗ്രേവി വേണം, അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഏറെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടല അടിയിലാണ്. കടലയ്ക്ക് മേളിൽ ഒരു 2 നമ്മുടെ വിരലിന് 2 ഇഞ്ച് താഴോട്ട് നിൽക്കണം. അപ്പോൾ അത്രയും വെള്ളം ഒഴിക്കണം. ഇനി നമുക്കിത് ഒരു 5 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇച്ചിരി മല്ലിയില ഇട്ട് നമുക്ക് കഴിക്കാം.